ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് 4 EVSൻ്റെ 19th ചാപ്റ്റർ അബ്ദുൾ ഇൻ ദ ഗാർഡൻ എന്ന ലെസണാണ്. ലെസണിലേക്ക് പോകാം. അബ്ദുൾ ഇൻ ദ ഗാർഡൻ. ഇറ്റ് വാസ് എ ഹോളിഡേ. ഇതൊരു അവധി ദിവസമായിരുന്നു. അബ്ദുൾ വാസ് ഹെൽപ്പിംഗ് ഹിസ് അബു ഇൻ ദ ഗാർഡൻ. അബ്ദുൾ അദ്ദേഹത്തിൻ്റെ ഫാദറിനെ ഗാർഡനിൽ പൂന്തോട്ടത്തിൽ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അബു വാസ് ക്ലിയറിംഗ് ആൻഡ് ഡ്രൈ ലീവ്സ് ആൻഡ് ഗ്രാസ് ഫ്രം ദ വെജിറ്റബിൾ ബഡ്സ്. അബു എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? വെജിറ്റബിൾ ബഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം ഇങ്ങനെ ഈ വെജിറ്റബിൾസ് ഇങ്ങനെ നിരനിരയായി നട്ടുവെച്ചിരിക്കുന്ന ഭാഗത്തിനാണ് നമ്മൾ വെജിറ്റബിൾ ബഡ്സ് എന്ന് പറയുന്നത്. അവിടെ നിന്നും ഗ്രാസ് ഇങ്ങനെ പറിച്ചു മാറ്റുകയാണ്. പിന്നെ അതുപോലെ ഡ്രൈഡായിട്ടുള്ള ലീവ്സ്, ഉണങ്ങിയ കരിയിലയൊക്കെ കിടപ്പുണ്ട്, അതെല്ലാം പറക്കി മാറ്റുകയാണ്. അബ്ദുൾ സ്റ്റാർട്ടഡ് ടു പുൾ ഔട്ട് ദ ഗ്രാസ് ഫ്രം വൺ ഓഫ് ദ ബഡ്സ്. ഇതുപോലെയുള്ള നിരയായിട്ട് വെച്ചിരിക്കുന്ന തൈകൾക്കിടയിൽ നിന്ന് എന്ത് ചെയ്തു? അബ്ദുൾ ഗ്രാസ് പറിച്ചു മാറ്റുക. എന്ന് പറഞ്ഞാൽ വീഡ്സ്, കളകൾ. നമ്മൾ ബസ്വാസ് ഫാമിൽ പറഞ്ഞതാണ്. ഇതിനിടയ്ക്കിടയ്ക്ക് ആവശ്യമില്ലാത്ത കുറേ പോച്ചകൾ, അതായത് ഗ്രാസ് കിളിച്ചു വരും, അത് മാറ്റുകയാണ്. ഹി ഫൗണ്ട് ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഈസി ടു പുൾ ഔട്ട് ഈവൻ ദ സ്മോൾ ഗ്രാസ്. അവൻ നോക്കിയപ്പം വളരെ ചെറിയ പുൽക്കൊടി പോലും അല്ലെങ്കിൽ ഗ്രാസ് പോലും അവന് പിഴുതെടുക്കാൻ ഭയങ്കര പ്രയാസം തോന്നി. ഹിസ് ഹാൻഡ്സ് ബിക്കം റെഡ് ബൈ ദ എഫോർട്ട്. ആ ജോലി കൊണ്ട് അവൻ്റെ കൈയെല്ലാം ചുവന്നു. ഇൻ ട്രൈങ് ടു പുൾ ഔട്ട് ഗ്രാസ് അബ്ദുൾ നോക്ക് ഡൗൺ ദ സ്റ്റിക്ക് ദാറ്റ് വാസ് സപ്പോർട്ടിങ് ദ പീ പ്ലാന്റ്. അബദ്ധവശാൽ എന്ത് ചെയ്തു? അവനിങ്ങനെ ഗ്രാസ് പറിച്ചുകൊണ്ടിരുന്നപ്പോഴേ പീ പ്ലാന്റ്, പയറ് ചെടി ഇങ്ങനെ എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റിക്കയിൽ ഇങ്ങനെ കയറ്റി വിട്ടിട്ടുണ്ട്. അബദ്ധവശാൽ അവൻ്റെ കൈ തട്ടി അതിൽ ഒരു സ്റ്റിക്ക് അങ്ങ് എന്ത് ചെയ്തു? പോയി. ആൻഡ് പീ പ്ലാന്റ് ഈസ് എ ക്ലൈംബർ എന്ന് പറഞ്ഞാൽ സപ്പോർട്ടോടുകൂടി, അതായത് സപ്പോർട്ട് ഇല്ലാതെ അതിന് നിൽക്കാൻ പറ്റത്തില്ല. നമ്മൾ മാംഗോ ട്രീ ഒക്കെയാണ് അതിന് സപ്പോർട്ട് വേണ്ട, അത് നേരെ നിൽക്കും. പക്ഷെ ക്ലൈംബറായിട്ടുള്ള പീ പ്ലാന്റിന് എന്താ ചെയ്യാൻ പറ്റുന്നത്? പയറ് ചെടി എങ്ങനെയാണ്? ഏതെങ്കിലും ഒരു വസ്തുവിൽ പിടിച്ചു കയറി മാത്രമേ അതിന് മുകളിലേക്ക് വളരാൻ പറ്റൂ. അതിനാണ് നമ്മൾ ക്ലൈംബർ എന്ന് പറയുന്നത്. ക്ലൈംബ് ചെയ്യുന്നത് എന്നാണ് അർത്ഥം. ക്ലൈംബ് ചെയ്യുന്ന ചെടികളെയാണ് നമ്മൾ ക്ലൈംബർ എന്ന് പറയുന്നത്. അതുപോലെ ക്രീപ്പേഴ്സ് ഉണ്ട്. ക്രീപ്പേഴ്സ് എന്തോ തറയിൽ പടരുന്നത്, പംകിനൊക്കെ ക്രീപ്പേഴ്സാണ്. ദ ഡെലിക്കേറ്റ് സ്റ്റെം ഓഫ് ദ പീ പ്ലാന്റ് ബ്രോക്ക്. ഡെലിക്കേറ്റ് എന്ന് പറഞ്ഞാൽ കട്ടി കുറഞ്ഞ, തീരെ എളുപ്പമായിരുന്ന ആ പയറുചെടിയുടെ സ്റ്റെം, തണ്ടൊടിഞ്ഞു പോയി. അബൂസ്, why are you pulling the grass? The root of the grass are strong. You will have to dig them out. അന്നേരം ഫാദർ അബ്ദുളിനോട് പറയണം, നീ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാലൊന്നും ഗ്രാസ് വരത്തില്ല. പിന്നെ എന്താ ചെയ്യുന്നത്? നീ അത് കുഴിച്ചെടുക്കണം, എന്നെങ്കിൽ മാത്രമേ ഗ്രാസ് വെളിയിൽ വരത്തുള്ളൂ. കാര്യം അതിൻ്റെ റൂട്ട്സ് വളരെ സ്ട്രോങ് ആണ്. അബ്ദുൾ കെയർഫുള്ളി ഡഗ് ഔട്ട് ദ പ്ലാന്റ്. അങ്ങനെ അബ്ദുൾ എന്ത് ചെയ്തു? പതിയെ ആ പ്ലാന്റ്സ് ഒക്കെ ഇങ്ങനെ കുഴിച്ചെടുക്കാൻ തുടങ്ങി. ഹി ദെൻ സോ ദ റൂട്ട് ഓഫ് ദ ഗ്രാസ് പ്ലാന്റ് വർ ലോങ്ങർ ആൻഡ് മച്ച് മോർ സ്പ്രെഡ് ഔട്ട് ദാൻ ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് എബോവ് ദ ഗ്രൗണ്ട്. ഈ പ്ലാന്റിൻ്റെ മുകളിലോട്ടുള്ള ഭാഗത്തേക്കാട്ടി കൂടുതലുണ്ട് താഴേക്ക്, ഭൂമിക്കടിയിലെന്ന് അവന് മനസ്സിലായി. നോക്കി, ഇവിടെ നമ്മൾ അബ്ദുളിനെ കാണിച്ചിട്ടുണ്ട്. അബ്ദുള്ള ഒരു പീ പ്ലാന്റിൻ്റെ നോക്ക് ഡൗൺ ചെയ്തതും പിന്നെ ഗ്രാസ് പറിച്ചതും ഒക്കെ തന്നിട്ടുണ്ട്. ദ സ്റ്റിക്ക് വിച്ച് ഹാസ് സ്ട്രക്ക് ഓൺ ദ ഗ്രൗണ്ട് ഫെൽ വെരി ഈസിലി. ഇറ്റ് വാസ് ഡിഫിക്കൽട്ട് ടു പുൾ ഔട്ട് സ്മോൾ ഗ്രാസ്. വൈ? ഈ കൊത്തി നിൽക്കുന്ന നമ്മുടെ സ്റ്റിക്ക്, പീ പ്ലാന്റിന് സപ്പോർട്ട് എടുത്തിരുന്ന സ്റ്റിക്ക് എന്ത് ചെയ്ത് പെട്ടെന്ന് താഴെ വീണു. പക്ഷേ ഒരു ചെറിയ ഗ്രാസ് പോലും വലിച്ചിറക്കാൻ ഭയങ്കര പ്രയാസം. എന്താ കാര്യം? ദ റൂട്ട് ഓഫ് ദ ഗ്രാസ് വെർ ഫേംലി ഹോൾഡിംഗ് ദ ഗ്രാസ് വിത്ത് സോയിൽ. റൂട്ട് എന്ത് ചെയ്യുന്നു? ആ പ്ലാന്റിനെ മണ്ണിലേക്ക് ഉറപ്പിച്ച് നിർത്തുന്നു. വൈൽ ദ സ്റ്റിക്ക് ഹാസ് നോ റൂട്ട്. പക്ഷേ ഒരു കമ്പിന് റൂട്ടില്ലല്ലോ, വേരുണ്ടോ? ഇല്ല. സോ ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു പുൾ ഔട്ട് സ്മോൾ ഗ്രാസ്. അതുകൊണ്ട് തന്നെ ചെറിയ ചെടികളാണെങ്കിൽ പോലും അതിനെ പറിച്ചെടുക്കാൻ നമുക്ക് പ്രയാസമായിട്ട് വരും. ഡു ഓൾ ദ പ്ലാന്റ്സ് ഹാവ് റൂട്ട്? എല്ലാ പ്ലാന്റ്സിനും റൂട്ടുണ്ടോ? യെസ്, ഓൾ പ്ലാന്റ്സ് ഹാവ് റൂട്ട്. Look at some of the plants and trees around you. Imagine how deep and spread out the roots these are. ഇനി ഓരോ പ്ലാന്റിനെയും, ഇവിടെ 3 പ്ലാന്റിൻ്റെ റൂട്ട് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ നിങ്ങൾക്ക് പരിചയമുള്ള ചെടിയുടെയൊക്കെ റൂട്ട് നിങ്ങൾക്ക് നോക്കാം. വളരെ സ്പ്രെഡ് ഔട്ടായിട്ട് നമ്മൾ മുകളിലേക്ക് പോയിരിക്കുന്ന പോലെ തന്നെ താഴേക്കും ഭൂമിക്കടിയിലേക്കും അതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട്. നമുക്ക് ഒരു പ്ലാന്റിൻ്റെ പാർട്ടാണ് കാണിച്ചിരിക്കുന്നത്, അല്ലേ? പാർട്സ് ഓഫ് എ പ്ലാന്റ് എന്തൊക്കെയാണ്?
ഫ്ലവർ, ലീഫ്, ഫ്രൂട്ട്, സീഡ്, സ്റ്റെം, റൂട്ട്. പ്രധാനമായിട്ടും എന്തൊക്കെയാണെന്നറിയാമോ? എ പ്ലാന്റ് ഡിവൈഡഡ് ഇൻറ്റു 2 പാർട്സ്, 2 പാർട്ടാണ്. ദേ ആർ ഷൂട്ട് സിസ്റ്റം ആൻഡ് റൂട്ട് സിസ്റ്റം. അതിനെന്താ പറയുന്നത്? ഷൂട്ട് സിസ്റ്റം എന്നും റൂട്ട് സിസ്റ്റം എന്നും. ഷൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് ഗ്രോ എബോവ് ദ ഗ്രൗണ്ട് ഈസ് കോൾഡ് ദ ഷൂട്ട് സിസ്റ്റം. അതായത് ഇപ്പോൾ ഇത് സോയിലാണ്, സോയിലിന് അടിയിൽ വേരുണ്ട്, ഇതിൻ്റെ സോയിലിന് മുകളിൽ കുറച്ച് ഭാഗമുണ്ട് അല്ലേ? ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഷൂട്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് സ്റ്റെം, ബ്രാഞ്ചസ്, ലീവ്സ്, ഫ്ലവേഴ്സ് ആൻഡ് ഫ്രൂട്ട്സ്. എന്തൊക്കെയാണ് ഷൂട്ട് സിസ്റ്റത്തിൽ വരുന്നത്? സ്റ്റെം ഉണ്ട്, ബ്രാഞ്ചസ്, ലീവ്സ്, ഫ്ലവേഴ്സ്, ഫ്രൂട്ട്, ഇതെല്ലാം ഉണ്ട്. ആൻഡ് റൂട്ട് സിസ്റ്റം. ഇനി എന്താണ് റൂട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്? റൂട്ട് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ദ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ദാറ്റ് ഗ്രോസ് ബിലോ ദ ഗ്രൗണ്ട് ഈസ് കോൾഡ് റൂട്ട് സിസ്റ്റം. ഈ മണ്ണിനടിയിൽ വളരുന്ന ഭാഗത്തെ നമ്മൾ റൂട്ട് സിസ്റ്റം എന്നാണ് പറയുന്നത്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് റൂട്ട് വിച്ച് ഫിക്സ് ദ പ്ലാന്റ് ഫേംലി ഇൻ ദ സോയിൽ. ഈ റൂട്ട് സിസ്റ്റത്തിൻ്റെ ജോലി എന്താണ്? ഈ ചെടിയെ മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുക എന്നതാണ് റൂട്ട് സിസ്റ്റത്തിൻ്റെ ജോലി. ഇനി ഫങ്ഷൻ ഓഫ് റൂട്ട് പറയണേ. റൂട്ട് ഹെൽപ്പ് പ്ലാന്റ് ടു ഫിക്സ് ദ സോയിൽ. റൂട്ട് അബ്സോർബ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. ഇനി ഉറപ്പിച്ച് നിർത്തുക, മണ്ണിൽ ഉറപ്പിച്ച് നിർത്തുക മാത്രമല്ല റൂട്ടിൻ്റെ ജോലി. എന്തൊക്കെയാണ്? റൂട്ട് അബ്സോർബ് വാട്ടർ, ന്യൂട്രിയൻസ് ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. വെള്ളം, വളങ്ങൾ എല്ലാം നമ്മൾ വളമൊക്കെ മണ്ണിലല്ലേ ഇട്ട് കൊടുക്കുന്നത്. ആ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്ന ആരാണ്? ഈ വേരാണ്. സം റൂട്ട്സ് സ്റ്റോർ ഫുഡ്. അതുപോലെ ചില റൂട്ടുകൾ ഫുഡ് സ്റ്റോർ ചെയ്യുന്നു. നമ്മൾ ഫോർ എക്സാമ്പിൾ റാഡിഷ് എന്താ ചെയ്യുന്നത്? റൂട്ടിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. അതുപോലെ ടാപ്പിയൊക്കെ നമ്മൾ കഴിക്കുന്ന കപ്പ, അത് റൂട്ടിലാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഫുഡ് വേണ്ടേ? നമുക്ക് എന്തിനാണ് ഫുഡ്? നമുക്ക് എനർജി വേണം, നമുക്ക് കളിക്കണമെങ്കിൽ പഠിക്കണമെങ്കിലൊക്കെ എനർജി വേണം. അപ്പോൾ അതിന് നമ്മൾ ഫുഡ് കഴിക്കും എന്ന് പറഞ്ഞ പോലെ പ്ലാന്റ്സിനും ഫുഡ് വേണം. അപ്പോൾ ഇവർ ചെയ്യുന്നത് ബാക്കി വരുന്ന ഇവരുടെ ആവശ്യം കഴിഞ്ഞിട്ട് വരുന്ന ബാക്കി ഫുഡ് ഇവരെവിടെയെങ്കിലും അതിൻ്റെ ആ പ്ലാന്റ് ബോഡിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്റ്റോർ ചെയ്ത് വെക്കും. ചിലത് റൂട്ടിലാണ്, ചിലത് ലീഫിലാണ്, ചിലത് സ്റ്റെമ്മിലാണ്, അങ്ങനെ ചിലർ ഫ്രൂട്ടിൽ അല്ലേ, ചിലത് ഫ്ലവറിൽ, അങ്ങനെ പല ഭാഗത്തായിട്ട് ഇത് സ്റ്റോർ ചെയ്ത് വെക്കും. ആ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. After 3 days, Abdul saw that one broken part of the pea plant had dried. Guess which part would have dried up? Why? ഇനിയും അതായത് ആ പീ പ്ലാന്റ് കൈതട്ടി ഒടിഞ്ഞു പോയെന്ന് പറഞ്ഞില്ലേ, അതിന് ഉണങ്ങിപ്പോയി. ഒരു ദിവസം നോക്കിയപ്പോൾ, 2 ദിവസം കഴിഞ്ഞ് നോക്കിയപ്പോൾ. അതിന് കാരണം എന്താണെന്ന്, ലീവ്സ് ഓഫ് ദ ബ്രോക്കൺ പാർട്ട് ഓഫ് ദ പീ പ്ലാന്റ് ഡ്രൈഡ്. എന്ത് പറ്റി? ആ ലീവ്സ് ഒടിഞ്ഞു പോയ പീ പ്ലാന്റിൻ്റെ ലീവ്സൊക്കെ ഉണങ്ങിപ്പോയി. ബിക്കോസ് ബ്രോക്കൺ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഡിഡ് നോട്ട് ഗെറ്റ് വാട്ടർ ആൻഡ് മിനറൽസ് ഫ്രം ദ സോയിൽ. അല്ലേ? സോയിലിൽ നിന്ന് റൂട്ടാണ് ഈ വാട്ടറും മിനറൽസും എല്ലാം എടുക്കുന്നത്. പക്ഷേ മുറിഞ്ഞു പോയ ഭാഗത്തിന് എവിടുന്ന് കിട്ടാനാണ്? അത് മുറിഞ്ഞങ്ങ് പോയില്ലേ, ഈ പ്ലാന്റിൻ്റെ കൂടെ ചേർന്നിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചേർന്ന് നിൽക്കാത്തത് കൊണ്ട് ആ ഭാഗം ഉണങ്ങിപ്പോയി. Abu remembered that he had to send some radish home. He started to pull the radish out of the soil. മൂലി അല്ലെങ്കിൽ റാഡിഷാണ് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണമെന്ന് അബു ഓർത്ത് അത് അവരെടുക്കുകയാണ്. അബ്ദുൽ വണ്ടേഡ് വെദർ ദീസ് വെയർ ഓൾസോ റൂട്ട്. അത് കണ്ടപ്പം അബ്ദുലിന് ഭയങ്കര അത്ഭുതം. എന്താ ഇത് റൂട്ടാണ്? എന്താ കാര്യം? മണ്ണിനടിയിൽ നിന്നാണ് എടുത്തത്. Only a few radish were pulled when there was suddenly a strong wind and rain. Both of them picked up the radish and ran. ഇവർ കുറച്ചെണ്ണമേ അവർ കുഴിച്ചെടുത്തുള്ളൂ റാഡിഷ്. അപ്പോഴത്തേക്ക് ഭയങ്കര മഴ വന്നു, കാറ്റും, അവർ വീട്ടിലേക്ക് ഓടി. They had just reached home when the branch of the neem tree in the courtyard broke and fell. In fact, Abu was lucky to have missed by only a few inches. അവർ ഓടി അങ്ങോട്ട് ചെന്ന് കോടിയാട് മുറ്റത്തേക്ക് കയറപ്പോഴത്തേക്ക് എന്തു പറ്റിയെന്നറിയാമോ? അവരുടെ മുറ്റത്ത് നിന്ന് നീം ട്രീയുടെ ഒരു ബ്രാഞ്ച് ഒടിഞ്ഞ് നേരെ വീണു. വളരെ കുറച്ച് വ്യത്യാസത്തിൽ, അബുവിൻ്റെ ദേഹത്ത് വീഴാതെ കുറച്ച് വ്യത്യാസത്തിൽ ആ ബ്രോക്കൺ പാർട്ട് തറയിൽ വന്ന് വീണു. ഡെസ്പൈറ്റ് ദ സ്ട്രോങ് വിൻഡ് ദ ട്രീ റിമെയിൻസ് ഫേം ഓൺ ദ ഗ്രൗണ്ട്. ഈ ബ്രാഞ്ച് താഴെ പോയി, പക്ഷേ
ഇത്രയും മഴയും കാറ്റും വന്നിട്ടും ആ മരം താഴെ പോയില്ല. ദേ ബോത്ത് സാറ്റ് ഡൗൺ ടു ഹാവ് ടീ വിത്ത് അമ്മയുടെ കൂടെ ഇരുന്ന് അവർ രണ്ടുപേരും കൂടെ ചായ കുടിച്ചു. അബു സെഡ് ടു അബ്ദുൽ, ദ പ്ലാന്റ് വെയർ ഗെറ്റിംഗ് ഡ്രൈ നൗ ദർ ഈസ് ഹർ ഡ്രെയിൻഡ് വി വിൽ നോട്ട് ഹാവ് ടു വാട്ടർ ദ പ്ലാന്റ് വി ക്യാൻ നൗ സിറ്റ് ആൻഡ് പ്ലേ ലൂഡോ. നോക്കിയേ, ഇപ്പം മഴ പെയ്തതുകൊണ്ട് ആ ചെടികൾക്കൊക്കെ വെള്ളം കിട്ടി. അതുകൊണ്ട് ഇന്ന് നമുക്ക് വെള്ളം അതിന് കോരണ്ട. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ലൂഡോ കളിക്കാം. Why do you think the neem tree did not fall despite strong wind? ഇത്രയും ശക്തമായ ഒരു കാറ്റ് വന്നിട്ടും നീം ട്രീ എന്തായിരിക്കും താഴെ പോകാഞ്ഞത്? നീം ട്രീ ഹാസ് ബിഗ് സ്ട്രോങ് ആൻഡ് ഡീപ്പ് റൂട്ട് ഇൻ ദ സോയിൽ ദാറ്റ് ആങ്കർഡ് ദ ട്രീ സ്ട്രോങ്ലി. അതായത് ഈ നീം ട്രീക്ക് മരങ്ങൾക്ക്, അതായത് ട്രീകൾക്കാണ് ഏറ്റവും ശക്തമായിട്ടുള്ള വേരുകളുള്ളത്. ഈ ശക്തമായ വേര് അതിനെ മണ്ണിലേക്ക് പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് അത് താഴെ പോകാഞ്ഞത്. On putting water in the soil where the plants are growing, dropping leaves become fresh again. How? ഇനി നമുക്ക് ഉണങ്ങിയ ഇലയിൽ വാടി നിൽക്കുന്ന ഇലകളുള്ള ചെടിക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് അത് പെട്ടെന്ന് നിവർന്ന് നല്ല ഫ്രഷായിട്ട് നിൽക്കും. എന്താ കാര്യം? ലീവ്സ് ആൻഡ് അതർ പാർട്ട് ഓഫ് ദ പ്ലാന്റ് ഗെറ്റ് വാട്ടർ ആൻഡ് അതർ നെസറി ഐറ്റംസ് ത്രൂ വാട്ടർ ഫ്രം ദ സോയിൽ ത്രൂ ഇറ്റ്സ് റൂട്ട്. അതായത് നമ്മൾ ഒരു ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ആ ചെടിയുടെ വേരെന്ത് ചെയ്യുന്നു? ആ വെള്ളത്തെ വലിച്ച് ആ ചെടിയുടെ ഡിഫറെൻറ്റ് പാർട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. അങ്ങനെ എത്തിക്കുന്നു. ബിക്കോസ് ഓഫ് ദാറ്റ് ലീവ്സ് ഗെറ്റ് എനർജി ആഫ്റ്റർ ഗിവിങ് വാട്ടർ നിയർ ദ റൂട്ട് ആൻഡ് ഡ്രോപ്പിംഗ് ലീവ്സ് ഗെറ്റ് ഫ്രഷ്. ഇനിയും ഇങ്ങനെ വെള്ളം കെട്ടിക്കഴിയുമ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തേക്കും, പ്ലാന്റിൻ്റെ എല്ലാ ഭാഗത്തേക്കും എന്ത് ചെയ്യുന്നുണ്ട്? വെള്ളവും എല്ലാം അതിന് വേണ്ടി ആവശ്യത്തിനുള്ള മിനറൽസും എല്ലാം ചെല്ലുന്നുണ്ട്. അപ്പോൾ അതെല്ലാം പെട്ടെന്ന് വാടിയ ഇലകളെല്ലാം വളരെ നന്നായിട്ട് നേരെ നിൽക്കും. വാട്ട് ഡു യു ഫീൽ? ഡു ഓൾ ദ പ്ലാന്റ്സ് നീഡ് വാട്ടർ? ഇനി എല്ലാ പ്ലാന്റ്സിനും വെള്ളം വേണം. യെസ്, ഓൾ പ്ലാന്റ്സ് നീഡ് വാട്ടർ. വിച്ച് ഓഫ് ദ പ്ലാന്റ്സ് അറൗണ്ട് യു നീഡ് റെഗുലർ വാട്ടറിങ്? എന്നും വെള്ളം ഒഴിക്കേണ്ടത് ഏനാണെന്നറിയാമോ? ഫ്ലവേഴ്സ് നീഡ് റെഗുലർ വാട്ടറിങ്. നല്ല പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ ആണെങ്കിൽ നമ്മൾ എപ്പോഴും എല്ലാ ദിവസവും വെള്ളം ഒഴിക്കണം. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് നോബഡി ഗിവ്സ് വാട്ടർ ടു ദീസ് പ്ലാന്റ്സ്? ഈ പ്ലാന്റ്സിനൊന്നും ആരും വെള്ളം ഒഴിച്ചില്ല, എന്ത് പറ്റും? ദ സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ മോസ്റ്റ് ഓഫ് ദം വുഡ് ഡൈ. വെള്ളമില്ലെങ്കിൽ മിക്കവാറും എല്ലാം തന്നെ കരിഞ്ഞു പോവും. അബ്ദുൾ റിയലൈസ്ഡ് ദാറ്റ് ഹി നെവർ വാട്ടർഡ് ദ ഹ്യൂജ് നീം ട്രീ. അബ്ദുൾ ഓർക്കുകയാണ്, അവൻ ഒരിക്കലും കണ്ടിട്ടില്ല ആ വലിയ നീം ട്രീക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്. അവരുടെ മുറ്റത്ത് നിന്നിട്ട് അതിൻ്റെ ഒരു ബ്രാഞ്ച് ഒടിഞ്ഞു വീണെന്ന് പറഞ്ഞില്ലേ, ആ നീം ട്രീ. വേർ ഡിഡ് ഇറ്റ് ഗെറ്റ് ഇറ്റ് വാട്ടർ ഫ്രം? ഇത് ഈ നീം ട്രീക്ക് വെള്ളം ഒഴിക്കാതെ തന്നെ ഇതിന് എവിടെ നിന്നാണ് വെള്ളം കിട്ടുന്നത്? ഹി തോട്ട്. വിച്ച് ഓഫ് ദ പ്ലാന്റ്സ് അറൗണ്ട് യു ഡു നോട്ട് നീഡ് വാട്ടറിങ്? ഏതൊക്കെ പ്ലാന്റിനാണ് നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കാത്തത്? വേർ ഡു ദേ ഗെറ്റ് വാട്ടർ ഫ്രം? ഇവർക്ക് എവിടെ നിന്നാണ് ഈ വെള്ളം കിട്ടുന്നത്? ദ റൂട്ട് ഓഫ് ബിഗ് ട്രീസ് ലൈക്ക് നീം ഗോ ഡീപ്പ് ഇൻ ടു ദ സോയിൽ. എന്താണ്? ഇതിൻ്റെയൊക്കെ വേര് വളരെ ആഴത്തിലേക്ക് ചെല്ലുന്നുണ്ട്. ദീസ് ഡീപ്പ് റൂട്ട് സാക്ക് വാട്ടർ ഫ്രം ദ സോയിൽ. ഈ റൂട്ട് സോയിലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? വെള്ളം വലിച്ചെടുക്കുന്നു. അത് സച്ച് ബിഗ് ട്രീസ് ലൈക്ക് മാംഗോ, ബെനിയൻ എക്സെട്ര ഡു നോട്ട് റിക്വയർ അസ് ടു വാട്ടർ ദം. അതുപോലെയുള്ള മാംഗോയെ, ബെനിയൻ ട്രീസ്, ആൽമരങ്ങൾ, ഇതിനൊന്നും എന്ത് വേണ്ട? ഇങ്ങനെ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയൊന്നും വേണ്ട, അത് തന്നെ വെള്ളം കണ്ടെത്തിക്കോളും. അബ്ദുൾ വൺഡേ വെദർ റാഡിഷ് വാസ് എ റൂട്ട്. റാഡിഷ് ഒരു റൂട്ടാണെന്ന് നമ്മുടെ അബ്ദുൾ ആപ്പാടെ അത്ഭുതത്തോടെയാണ് ചിന്തിച്ചത്. വൈ ഡിഡ് ഹി തിങ്ക് സോ? എന്തുകൊണ്ടായിരിക്കും അവൻ അങ്ങനെ ചിന്തിച്ചേ? യെസ്, അവൻ അങ്ങനെ ചിന്തിച്ചു അല്ലേ. ഇറ്റ് ഈസ് ഡിഗ് ഔട്ട് ഫ്രം സോയിൽ. എന്താ കാര്യം? റാഡിഷ് എന്താ ചെയ്തത്? റാഡിഷ് മണ്ണിനടിയിൽ നിന്നാണ് കുഴിച്ചെടുത്തത്. അപ്പോൾ അതുകൊണ്ടാണ് അവൻ മനസ്സിലാക്കിയത് അത് റൂട്ടാണെന്ന്. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ ആൻഡ് ഫൈൻഡ് ഔട്ട് വിച്ച് ഓഫ് ദീസ് വെജിറ്റബിൾസ് ആർ റൂട്ട്സ്. തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് റൂട്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അബ്ദുൾ ഹാസ് മോർ ക്വസ്റ്റ്യൻസ്. ഇനി അബ്ദുളിന് കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. നവഡേയ്സ് അബ്ദുൾ കീപ് തിങ്കിങ് അബൌട്ട് ഓൾ കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ദാറ്റ് ഹീ സീസ്. അവന് കാണുന്നതിനെക്കുറിച്ചെല്ലാം സംശയമാണ് കേട്ടോ. അബ്ദുൾ സോ എ പ്ലാന്റ് ഗ്രോവിങ് ഔട്ട് ദ വോൾ ഇൻ സ്കൂൾ. ഹി വണ്ടേഡ്. അവൻ നോക്കിയപ്പോൾ അവരുടെ സ്കൂളിൻ്റെ വോളിലൊരു തൈ കണ്ടോ, ചെടി കിളിച്ചിരിക്കുന്നു. ഹൗ ഡീപ് മസ്റ്റ് ദ റൂട്ട് ഓഫ് ദിസ് പ്ലാന്റ് ബി ഗോയിങ്? ഇത് എത്ര ദൂരത്തിലായിരിക്കും ഇതിൻ്റെ വേര് പോയേക്കുന്നത്? ദ റൂട്ട് ഓഫ് ദിസ് പ്ലാന്റ് വുഡ് ബി ഗോയിങ് അപ്പ് അറ്റ്ലീസ്റ്റ് 10 inches to 20 inches അല്ലേ. ഒരു 10 മുതൽ 20 inches
അത് അകത്തേക്ക് വളർന്നിട്ടുണ്ടായിരിക്കും. ഹൗ ഡു ദ റൂട്ട് ഗെറ്റ് വാട്ടർ? എവിടെ നിന്നാണ് വെള്ളം ഇനി കിട്ടുന്നത്? ദ റൂട്ട് ഗെറ്റ് വാട്ടർ ഫ്രം ദ മോയ്സ്ചർ പ്രസൻറ്റ് ഇൻ ദ വോൾ. ഈ മതിലയിലുള്ള അല്ലെ ഭിത്തിയിലുള്ള മോയ്സ്ചർ എന്ന് പറഞ്ഞാൽ നനവ്, ഈർപ്പത്തിൽ നിന്നാണ് അതിന് വെള്ളം കിട്ടുന്നത്. ആൻഡ് ഹൗ ബിഗ് വിൽ ദിസ് പ്ലാന്റ് ഗ്രോ? എത്ര വലുതാവും? ദ പ്ലാന്റ് ക്യാൻ ഗ്രോ ബിഗ് ഇനഫ്. കുറച്ച് വലുതാവും അല്ലേ? വാട്ട് വിൽ ഹാപ്പൻ ടു ദ വോൾ? വോളിന് എന്ത് സംഭവിക്കുമെന്ന് പറയാമോ? ഇഫ് ദിസ് പ്ലാന്റ് ഈസ് നോട്ട് റിമൂവ്ഡ് ദെൻ ഇറ്റ് വിൽ കോസ് ക്രാക്ക് ആൻഡ് ഫൈനലി ബ്രേക്ക് ദ വോൾ. എന്ത് പറ്റും? ഇത് വേരകത്തോട്ട് കയറി ചെന്നിട്ട് ഈ പ്ലാന്റിൻ്റെ വേര് കൊണ്ട് അവിടെ ക്രാക്കുകൾ എന്ന് പറഞ്ഞാൽ വിള്ളലുകൾ, പൊട്ടലുകൾ ഉണ്ടാവുകയും ആ വോള് പൊട്ടിപ്പോവുകയും ചെയ്യും. ക്യാൻ യു ഗിവ് ദ നെയിം ഓഫ് ദ പ്ലാന്റ് ഇൻ ദ പിക്ചർ? ഈ പിക്ചറിലെ പ്ലാന്റിൻ്റെ പേരറിയാമോ? യെസ്, പീപ്പൽ പ്ലാന്റ് ആണ്. ഉണ്ടോ? ഒരു ആലിൻ്റെ ഇലയാണ് അത് നമുക്ക് കാണാൻ പറ്റുന്നത്. ഹാവ് യു എവർ സീൻ എ പ്ലാൻ ഗ്രോവിങ് ഫ്രം ദ ക്രാക്ക് ഇൻ ദ വോൾ? ഇനി നിങ്ങളിങ്ങനെ കണ്ടിട്ടുണ്ടോ ഇതുപോലെ വോളിൽ എവിടെയെങ്കിലും ചെടികൾ ചേർക്കുന്നത്? വെർ വാസ് ഇറ്റ്? ഡിഡ് യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് വെൻ യു സോ ഇറ്റ്? നിങ്ങളത് കണ്ടിട്ടുണ്ടോ? യെസ്, ഐ സോ പ്ലാൻ ദാറ്റ് ഗ്രോ ഓവർ ദ വോൾ ഓഫ് മൈ സ്കൂൾ. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ അന്നേരം തോന്നിയിട്ടുണ്ടെങ്കിൽ അവിടെ എഴുതാം കേട്ടോ. വാട്ട് വേർ സം ഓഫ് യുവർ ക്വസ്റ്റ്യൻസ്? ആസ്ക് എൽഡേഴ്സ് ആൻഡ് ഫൈൻഡ് ദ ആൻസേഴ്സ്. നിങ്ങൾ ഈ ക്വസ്റ്റ്യനൊക്കെ എഴുതിയിട്ട് മുതിർന്നവരോട് ചോദിച്ച് അതിന് ആൻസർ കണ്ടുപിടിക്കുക. അബ്ദുൾ സോ എ ഹ്യൂജ് ട്രീ ദാറ്റ് ഫോളൻ ഓൺ ദ റോഡ് സൈഡ്. അബ്ദുൾ വലിയൊരു ട്രീ റോഡ് സൈഡിൽ വീണ് കിടക്കുന്നത് കണ്ടു. ആൻഡ് ഹി റിമെമ്പേർഡ് ദ നീം ട്രീ ഇൻ ഹിസ് കോർട്ട്യാർഡ്. ഇത് കണ്ടപ്പം അവൻ്റെ മുറ്റത്തെ നീം ട്രീയെ ഓർമ്മ വന്നു. ഹി കുഡ് സീ സം ഓഫ് ബ്രോക്കൺ റൂട്ട്സ്. അബ്ദുൾ തോട്ട്, കുറച്ച് വേരൊക്കെ ഇങ്ങനെ പൊട്ടിയിരിക്കുന്ന അവൻ കണ്ടു. അപ്പം അബ്ദുൾ ചിന്തിക്കുകയാണ്, വുഡ് സമ്മൺ ഹാവ് അപ്രൂട്ടഡ് സച്ച് എ ബിഗ് ട്രീ ഓർ വുഡ് ഇറ്റ് ഹാവ് ഫോളൻ ഓൺ ഇറ്റ്സ് ഓൺ? ഇതാരെയും പിഴുത് കളഞ്ഞതാണോ, അപ്രൂട്ട് ചെയ്തതാണോ, പിഴുത് കളഞ്ഞതാണോ, അതോ തന്നെ വീണതാണോ? എന്തായിരിക്കും കാര്യം? സ്ട്രോങ് വിൻഡ് അപ്രൂട്ടഡ് ദ ട്രീ. വലിയ കാറ്റ് വന്നപ്പോൾ ഇതെന്ത് പറ്റി? മറിഞ്ഞ് വീണതാണ്. ഹൗ ഓൾഡ് വുഡ് ദിസ് ട്രീ ബി? എത്ര പ്രായമുണ്ടെന്നറിയാമോ ആ ട്രീക്ക്? ദ ട്രീ വുഡ് നോട്ട് ബി ലെസ് ദാൻ 50 years ഓൾഡ്. ഏതായാലും 50 വർഷമെങ്കിലും അതിന് പ്രായം കാണും. അബ്ദുൾ ഓൺ സീയിങ് എ ട്രീ സറൗണ്ടഡ് ബൈ സിമെൻറ്റഡ് ഗ്രൗണ്ട് തോട്ട് ദാറ്റ് ഹൗ വിൽ ഇറ്റ് ഗെറ്റ് റെയിൻ വാട്ടർ. നോക്കി, ഇവിടെ സിമെൻറ്റഡ് ഗ്രൗണ്ട് ആണ്. ഇവിടെ വെള്ളം വീണ് കഴിഞ്ഞാൽ ഒഴുകി പോവുകയുള്ളൂ, താഴോട്ട് ഇറങ്ങാൻ സ്ഥലമില്ല. എവിടെ നിന്നാണ് ഈ ചെടിക്ക് അല്ലെങ്കിൽ ഈ ട്രീക്ക് വെള്ളം കിട്ടുന്നതെന്നാണ് അബ്ദുളിൻ്റെ സംശയം. ദിസ് ട്രീ ഗെറ്റ് വാട്ടർ ത്രൂ ഇറ്റ്സ് റൂട്ട് വിച്ച് ഗോ ഡീപ്പ് ഇൻ ദ സോയിൽ. ഇതിൻ്റെ വേരുകൾ അങ്ങ് താഴോട്ട് പോയിട്ടുണ്ടല്ലേ, ഈ താഴോട്ട് പോയിരിക്കുന്ന മണ്ണിനടിയിലേക്ക് പോയ വേരുകളിൽ നിന്നാണ് അതിന് വെള്ളം കിട്ടുന്നത്. ലെറ്റ് us talk. Which are the oldest tree in your area? നിങ്ങളുടെ ഏരിയയിലുള്ള ഏറ്റവും പ്രായം ചെന്ന മരം ഏതാണ്? ഫൈൻഡ് ഔട്ട് ഫ്രം യുവർ എൽഡേഴ്സ് ഹൗ ഓൾഡ് ദ ട്രീ ആർ. ഈ ട്രീക്ക് എത്ര പ്രായമുണ്ടെന്നാണ് നിങ്ങൾ മുതിർന്നവരോട് ചോദിക്കുക. ദർ ഈസ് എ ഹ്യൂജ് പീപ്പിൾ ട്രീ അറ്റ് ദ ബാങ്ക് ഓഫ് ദ പോണ്ട് ഇൻ മൈ വില്ലേജ്. എൻ്റെ വില്ലേജിൽ കുളത്തിനരികെയായിട്ട് ഒരു അരയാൽ മരം ഉണ്ട്. പീപ്പിൾ സേ ദാറ്റ് ഇറ്റ് ഈസ് മോർ ദാൻ 150 years ഓൾഡ്. അതിന് ഏകദേശം 150 വർഷത്തെ പഴക്കമുണ്ടെന്നാണ്, അല്ലെ 150 വർഷമായിട്ട് അത് അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. നെയിം ആനിമൽ ഹൂ ലിവ് ഇൻ ദിസ് ട്രീ. ആ ട്രീയിൽ ആരൊക്കെ ആയിരിക്കും ട്രീയിൽ താമസിക്കുന്നത്? ക്രോ കാണും അല്ലേ, ക്രോ കാണും, പിന്നെ മങ്കി കാണും, പിന്നെന്ത് കാണും? സ്കുരൽ കാണും അല്ലേ. എന്തൊക്കെയുണ്ടോ അവിടെ അതിൻ്റെയൊക്കെ പേര് നിങ്ങൾക്ക് ഇവിടെ മരത്തിൽ നിങ്ങൾ കാണുന്ന വുഡ് പെക്കർ ഇതൊക്കെ നിങ്ങൾക്ക് എഴുതാം അവിടെ. ഹാവ് യു എവർ സീൻ എനി ബിഗ് ട്രീ ദാറ്റ് ഹാഡ് ഫോളൻ ഡൗൺ? വാട്ട് ഡിഡ് യു തിങ്ക് വെൻ യു സോ ഇറ്റ്? ഇനി നിങ്ങൾ ഇതുപോലത്തെ വലിയ മരം വീണ് കിടക്കുന്ന കണ്ടിട്ടുണ്ടോ? യെസ്, ഐ ഹാവ് സീൻ എ ബിഗ് ട്രീ ദാറ്റ് ഹാസ് ഫോളൻ ഡൗൺ അറ്റ് ദ ബാങ്ക് ഓഫ് എ റിവർ ബിക്കോസ് ഓഫ് ഫ്ലഡ്. വലിയൊരു വെള്ളപ്പൊക്കം വന്നപ്പോൾ നദിയുടെ തീരത്തുള്ള ഒരു മരം പിഴുതു വീണ് കിടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അൺയൂഷ്വൽ റൂട്ട്സ്. ഇനി വളരെ യൂഷ്വൽ അല്ലാത്ത, നമുക്ക് സാധാരണയല്ലാത്ത കുറച്ച് റൂട്ട്സിനെ കുറിച്ച് പഠിക്കാമേ. ഹാവ് യു സോങ് ഫ്രം ബനിയൻ ട്രീ? നിങ്ങൾ ബനിയൻ ട്രീയിൽ കണ്ടിട്ടുണ്ടോ? സ്വങ് മീൻസ് ഇങ്ങനെ ആടിക്കളിച്ചിട്ടുണ്ടോ? വാട്ട് ഡിഡ് യു ഹോൾ ടു സ്വിങ്? എങ്ങനെയാണ് നിങ്ങൾ അതിൽ സ്വിങ് ചെയ്യുന്നത്? ആൻഡ് വാട്ട് ലുക്ക് ലൈക്ക് ദ ഹാങ്ങിങ് ബ്രാഞ്ചസ് ആർ
ആക്ച്വലി ദ റൂട്ട് ഓഫ് ദ ട്രീ. ഇനി നിങ്ങൾ ഈ തൂങ്ങി കളിക്കുന്ന സാധനമില്ലേ, അത് വള്ളി പോലെ കിടക്കുന്നത്, അതതിൻ്റെ റൂട്ടാണ്. ദീസ് ഗ്രോ ഡൗൺ ഫ്രം ദ ബ്രാഞ്ചസ് അൻറ്റിൽ ദേ റീച്ച് ദ ഗ്രൗണ്ട്. ഈ തൂങ്ങിക്കിടക്കുന്ന ഈ ചെറിയ ചെറിയ വേരുകൾ പോലുള്ളത് എന്ത് ചെയ്യുമെന്ന് അറിയുമോ, താഴെ തറയിൽ മുട്ടുന്നവരെ വളരും. ദ ബനിയൻ ട്രീ ഓൾസോ ഹാസ് റൂട്ട്സ് അണ്ടർ ദ ഗ്രൗണ്ട് ജസ്റ്റ് ആസ് അതർ ട്രീസ് ഹാവ്. മറ്റ് ട്രീസിനെ പോലെ തന്നെ ബനിയൻ ട്രീക്കും എന്തുണ്ട്, ഭൂമിക്കടിയിൽ വേരുണ്ട്. അത് കൂടാതെയാണ് ഇത്രയും വലിയ വലിയ വേരുകൾ ഇങ്ങനെ മരത്തേന്ന് താഴോട്ട് കിളിച്ചിറങ്ങി മണ്ണിൽ വരെ എത്തും. ദർ ഈസ് എ ലോ എഗനസ് കട്ടിംഗ് ട്രീസ്. ഇനിയും നമ്മൾ ഈ വെളിയിലേക്ക് വളരുന്ന ഈ വേരുകൾക്ക് ഏരിയൽ റൂട്ട്സ് എന്നാണ് പറയുന്നത് കേട്ടോ, ഏരിയൽ റൂട്ട്സ്. ഈ നമ്മൾ ട്രീസിനെ കട്ട് ചെയ്യുന്നതിനുള്ള എതിരെയുള്ളൊരു ലോ ഉണ്ട്. ദർ വാസ് എ ട്രീ ഗ്രോയിങ് ക്ലോസ് ടു ദ ലാംപ് പോസ്റ്റ്. ദ ട്രീ വാസ് സോ ഫുൾ ഓഫ് ലീവ്സ് ദാറ്റ് ദ ലൈറ്റ് ഓഫ് ദ ബൾബ് വാസ് ബ്ലോക്ക്ഡ്. ഒരു പബ്ലിക് ലാമ്പ്, നമുക്കറിയാമല്ലോ റോഡുകളിലൊക്കെ വലിയ ലാമ്പ്, ഇലക്ട്രിക് ലാമ്പ് വെച്ചേക്കും കണ്ണ് കാണാൻ വേണ്ടിയിട്ട്. പക്ഷേ ഒരു മരത്തിൻ്റെ ഇലകൾ കൊണ്ട് ഇത് വെട്ടം വെളിയിലേക്ക് വരത്തില്ല. പീപ്പിൾ ഫെഡ് ദാറ്റ് ദ ബ്രാഞ്ചസ് ഓഫ് ദ ട്രീ നീഡഡ് ടു ട്രിംഡ്. അതുകൊണ്ട് തന്നെ ആൾക്കാർ വിചാരിച്ചു ഇതിൻ്റെ കമ്പുകൾ പതിയെ മുറിക്കാമെന്ന്. ബിഫോർ ദേ ഡു ദിസ് ദേ നീഡ് ടു ടേക്ക് റിട്ടേൺ പെർമിഷൻ ഫ്രം ദ ഗവൺമെൻറ് ഓഫീസ്. പക്ഷേ നമുക്ക് അങ്ങനെ പെട്ടെന്നൊന്നും മുറിച്ച് മാറ്റാൻ പറ്റത്തില്ല. പിന്നെ എന്തോ ചെയ്യുന്നത്, ഗവൺമെൻറ്റിൽ നിന്നുള്ള അനുവാദമൊക്കെ നമ്മൾ വാങ്ങിച്ചെങ്കിലേ പറ്റൂ. ഹാവ് യു സീൻ എനി ട്രീ വിച്ച് ഹാസ് റൂട്ട്സ് ഗ്രോവിങ് ഫ്രം ഇറ്റ്സ് ബ്രാഞ്ചസ്? നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതുപോലെ ബ്രാഞ്ചസിൽ നിന്നും ഏതെങ്കിലും ഇങ്ങനെ ട്രീ ഇങ്ങനെ റൂട്ട്സ് ഉണ്ടായി നിൽക്കുന്നത്? ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ എഴുതാമേ. ഇവിടെ നമുക്കൊരു ആക്ടിവിറ്റി ഉണ്ട്. ഗെറ്റ് ടുഗദർ 3 or 4 യുവർ ഫ്രണ്ട്സ് ഫ്രം ദ ലിസ്റ്റ് ഓഫ് ദ തിങ്സ് ഗിവൺ. ഡിസൈഡ് ടു ബ്രിങ് വിത്ത് തിങ്സ്. ഇനി നിങ്ങൾ 3-4 പേര് ചേരുന്ന ഗ്രൂപ്പുകളായിട്ട് തിരിയുക. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് ടംബ്ലർ, അതായത് വലിയ മൗത്തുള്ള വലിയ വായുള്ള ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്, അതായത് വെളിയിൽ നിന്ന് നോക്കിയാൽ കാണാവുന്ന ഒരു ഗ്ലാസ് എടുക്കുക. റബ്ബർ ബാൻഡ് ഓർ ത്രെഡ്, എന്നിട്ട് ഒരു റബ്ബർ ബാൻഡോ ത്രെഡോ എടുക്കുക. ആൻഡ് സം സീഡ്സ്, ചെറുപയർ, മൂങ് മീൻസ് ചെറുപയർ, വീറ്റ്, ഗോതമ്പ്, ബജറ, ദെൻ മസ്റ്റാർഡ്, കടുക്, കടല, റജ്മ, റെഡ് ബീൻസ് ഇല്ലേ, അതെല്ലാം നിങ്ങൾ എടുക്കുക. അതുപോലെ ഒരു കോട്ടൺ വൂളും എടുക്കുക. ഈച്ച് ഗ്രൂപ്പ് വർക്ക് വിത്ത് ഓൺലി 1 kind of seed. ഒരു ഗ്രൂപ്പിന് ഒരു സീഡ് എന്നുള്ള നിലയിൽ. സോക്ക് എ ഫ്യൂ സീഡ്സ് 5 to 6 ഓവർനൈറ്റ് ഇൻ ദ ബൗൾ ഫുൾ ഓഫ് വാട്ടർ. ടേക്ക് ദ വൂൾ ഓഫ് കോട്ടൺ വൂൾ ആൻഡ് വെറ്റ് ഇറ്റ്. ഇനി പുട്ട് ഇറ്റ് ഓൺ ദ മൗത്ത് ഓഫ് ദ ടംബ്ലർ. ഇനി എന്താ ചെയ്യുന്നത് അറിയുമോ, ഈ ഒരു 5-6 സീഡ് നിങ്ങൾ ഏതെങ്കിലും ഒരു സീഡ് എടുക്കുക, ചെറുപയർ എടുക്കുക, ഏതെങ്കിലും ഒരെണ്ണം എടുക്കുക. എന്നിട്ട് അത് വെള്ളത്തിൽ രാത്രി കുതിർക്കാനിടുക. എന്നിട്ട് ഈ കോട്ടൺ വൂള് എന്ത് ചെയ്യുക, നന്നായിട്ട് അതിൻ്റെ ടംബ്ലറിൻ്റെ ആ പാത്രത്തിൻ്റെ മുകളിൽ മൂടി വെക്കുക. ടൈറ്റ് ടു ദ മൗത്ത് വിത്ത് ദ റബ്ബർ ബാൻഡ് ഓർ ത്രെഡ്. നമ്മൾ എടുത്തിരിക്കുന്ന റബ്ബർ ബാൻഡ് വെച്ച് ഈ കോട്ടൺ വൂൾ എന്ത് ചെയ്യുക, അത് ചുറ്റിയെടുക്കുക. റിമൂവ് സോക്ഡ് സീഡ്സ് ഫ്രം ദ വാട്ടർ ആൻഡ് പ്ലേസ് ദം ഓൺ ദ കോട്ടൺ വൂൾ. എന്നിട്ട് ഈ നനഞ്ഞു വെച്ചിരിക്കുന്ന കോട്ടൺ വൂളില്ലേ, അതിലേക്ക് ഈ കുതിർത്ത സീഡ്സ് വെക്കുക. യു വിൽ ഹാവ് ടു ടേക്ക് കെയർ ഓഫ് ദ കോട്ടൺ വൂൾ ഡസ് നോട്ട് ഡ്രൈ. എപ്പോഴും ശ്രദ്ധിച്ചോണം, ഈ കോട്ടൺ വൂൾ ഒരിക്കലും ഉണങ്ങിപ്പോരുത്, ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണം. ഒബ്സർവ് ദ ചേഞ്ചസ് ദാറ്റ് ടേക്സ് പ്ലേസ് ഇൻ 10 to 12 days. 10-12 ദിവസം കഴിഞ്ഞ് നിങ്ങൾ നോക്കണം. ഇതുപോലെ ആ സീഡ്സ് മുളച്ചിട്ടുണ്ടാവും. ആൻഡ് ഡിഡ് യു ഒബ്സർവ് ദ സീഡ്ലിങ്സ് കം ഔട്ട് ഓഫ് ദ സീഡ്. ആ സീഡിൽ നിന്നും ചെറിയ കുഞ്ഞ് ചെടികൾ ഉണ്ടാകുന്ന കണ്ടോ? യെസ്, സീഡ്ലിംഗ് കം ഔട്ട് ഓൺലി ആഫ്റ്റർ 3 days. 3 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ഉണ്ടാവും. ദെൻ ഡ്രോ ദ പിക്ചർ ഓഫ് ദ സീഡ്ലിംഗ് ആസ് ഇറ്റ് ലുക്ക് 4th and 8th day. 4th ഡേയിലും 8th ഡേയിലും ഈ പയർ എങ്ങനെയാണ് കിളിച്ച് നിൽക്കുന്നതെന്ന് നിങ്ങൾ താഴെയുള്ള ബോക്സിൽ വരച്ച് ചേർക്കണം. ഇനി വാട്ട് ഈസ് ജെർമിനേഷൻ? The process of coming out of new plant from a seed when it get right amount of water, sunlight and air is called germination. Germination എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അതായത് ഈ സീഡിൽ നിന്നും ചെടി ഉണ്ടാകുക. ഈ ചെടി എങ്ങനെ ഉണ്ടാകുന്നത്? കറക്റ്റായിട്ട് എമൗണ്ടിൽ കറക്റ്റ് വെള്ളവും സൺലൈറ്റും സൂര്യപ്രകാശവും എയറും എല്ലാം കിട്ടിക്കഴിയുമ്പോൾ ഇതുപോലെ കുഞ്ഞു ചെടിയാകുന്നതിനാണ് നമ്മൾ ജെർമിനേഷൻ എന്ന് പറയുന്നത്. അതായത് സീഡ്സിൽ നിന്നും എന്തുണ്ടാകുന്നു? ബേബി പ്ലാൻ ഉണ്ടാക്കുന്ന പ്രോസസ്സിനാണ് നമ്മൾ ജെർമിനേഷൻ എന്ന് പറയുന്നത്. എന്താ ഫോട്ടോസിന്തസിസ് എന്ന് പറയാം. മേക്കിംഗ് എ ഫുഡ് ബൈ ലീവ്സ്. അതായത് നമ്മൾ ആഹാരം വേണം, ഈ പ്ലാന്റ്സിനെല്ലാം ആഹാരം വേണമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആഹാരം ഉണ്ടാക്കുന്നത് ആരാണ്? ലീവ്സ് ആണ്. ലീവ്സ് ആണ് ഫുഡ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ലീഫിനെ നമ്മൾ കിച്ചൺ ഓഫ് ദ പ്ലാന്റ് എന്നാണ് പറയുന്നത്. നമ്മുടെ വീട്ടിലെ കിച്ചൺ മാതിരി തന്നെ പ്ലാന്റിൻ്റെ കിച്ചണാണ് ഏത്? ലീഫ്. ഇതിനെ ഫുഡ് ഫാക്ടറി ഓഫ് ദ പ്ലാന്റ് എന്നും പറയാറുണ്ട്. ഇനിയും ഇതിൽ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, ഈ ഫ്ലവേഴ്സിൻ്റെ ഫങ്ഷൻ എന്തുവാന്ന് നോക്കാം. മോസ്റ്റ് ഫ്ലവേഴ്സ് ബിക്കം ഫ്രൂട്ട്സ്. മിക്കവാറും എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ടായിട്ട് മാറും. ഫ്രൂട്ട്സ് കണ്ടെയ്ൻ സീഡ്സ് ദാറ്റ് ഹെൽപ്പ് ദ പ്ലാന്റ് ടു റീപ്രൊഡ്യൂസ്. ഈ ഫ്രൂട്ടിൽ നിന്നാണ് സീഡ്സ് ഉണ്ടാകുന്നത് അല്ലേ? വിത്തുകൾ. തക്കാളിയുടെയൊക്കെ കണ്ടിട്ടില്ലേ? തക്കാളി പഴത്തിനകത്താണ് അതിൻ്റെ ചെറിയ സീഡ്സ് ഉള്ളത്. വി ക്യാൻ ഈറ്റ് സം ഫ്ലവേഴ്സ്. അതുപോലെ ഫ്ലവേഴ്സൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന കോളിഫ്ലവറൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി സീഡ്സിൻ്റെ ഫ്രൂട്ട്സിന് എന്താ ജോലി? ദ സീഡ്സ് സ്റ്റോർ ഫുഡ് ഫോർ ബേബി പ്ലാന്റ്. നമ്മളിപ്പം ജെർമിനേഷൻ പഠിച്ചുകൊണ്ടേ കണ്ടില്ലേ? ആ ചെറിയ പ്ലാന്റ്, കുഞ്ഞ് പ്ലാന്റ് ഉണ്ടാകണമെങ്കിൽ ആ സീഡ്സിനകത്തു നിന്നുള്ള ഫുഡ് കൊണ്ടാണത് വളർന്നു വരുന്നത്. അതിനും ഫുഡ് വേണം. വി ക്യാൻ ഈറ്റ് ഫ്രൂട്ട്സ് ആൻഡ് സീഡ്സ് ഓഫ് മെനി പ്ലാന്റ്സ്. പല പ്ലാന്റിൻ്റെയും ഫ്രൂട്ട്സും സീഡ്സും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇനി നമ്മൾ ഈ ചെയ്ത ആക്ടിവിറ്റിയെ ബേസ് ചെയ്തുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട് ഡിഫറൻസ് ഡിഡ് യു ഒബ്സർവ് ഇൻ ദ സീഡ്സ് ആഫ്റ്റർ സോക്കിംഗ് കമ്പയർ വിത്ത് ഡ്രൈ സീഡ്സ്? ഇനി ഉണങ്ങിയ ഈ സീഡ്സും കുതിർത്ത സീഡ്സും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? സീഡ്സ് ഗെറ്റ് സ്വെല്ലൻ ആഫ്റ്റർ സോക്കിംഗ് വാട്ടർ. വെള്ളത്തിൽ കുതിർത്ത് കഴിയുമ്പോൾ ഇതങ്ങ് വീർക്കും ഇല്ലേ? ആൻഡ് സ്പ്രൗട്ടഡ് ആഫ്റ്റർ 2 days. 2 ദിവസം കഴിയുമ്പോൾ അത് മുളയ്ക്കുകയും ചെയ്യും. വൈൽ ഡ്രൈ സീഡ്സ് ഡിഡ് നോട്ട് സ്വെല്ലൻ ആൻഡ് സ്പ്രൗട്ട്. പക്ഷേ നമ്മൾ ഡ്രൈ ആയിട്ട് വെച്ചിരിക്കുന്ന ഉണങ്ങിയിരിക്കുന്ന പയറൊന്നും മുളച്ച് വരത്തില്ല. വാട്ട് ഡു യു തിങ്ക് വുഡ് ഹാപ്പൻ ഇഫ് ദ കോട്ടൺ വൂൾ ഹാഡ് ബീൻ ലെഫ്റ്റ് ഡ്രൈ? ഇനി ആ കോട്ടൺ വൂളില്ലേ, നമ്മൾ ടംബ്ലറിൻ്റെ മുകളിൽ വെച്ചിരുന്ന കോട്ടൺ വൂൾ, അത് എന്താണ് ഈ നനവില്ലാതെ ഉണങ്ങിയിരുന്നാലോ? അന്നേരം എന്ത് പറ്റും? സീഡ്സ് കിളിച്ച് വരത്തില്ല അല്ലേ? ദ സീഡ്സ് കെപ്റ്റ് ഇൻ ദ കോട്ടൺ വൂൾ ഡു നോട്ട് സ്പ്രൗട്ട്. അത് മുളച്ച് വരാൻ പറ്റുകയില്ല. ആൻഡ് ഇൻ വിച്ച് ഡിറക്ഷൻ ഡിഡ് ദ റൂട്ട് ഗ്രോ ആൻഡ് ദ സ്റ്റെം? ഇനി റൂട്ടും അതിൻ്റെ സ്റ്റെമ്മും എങ്ങോട്ടാണ് പോകുന്നത്? ദ റൂട്ട് ഗ്രോ ഇൻ ഡൗൺവേർഡ് ആൻഡ് സ്റ്റെം ഗ്രോ അപ്വേർഡ് ഡയറക്ഷൻ. ഇത് റൂട്ട് എപ്പോഴും താഴേക്കാണ് പോകുന്നത്, സ്റ്റെം മുകളിലേക്കും. അതിന് കാരണം എന്താണെന്നറിയാമോ? സ്റ്റെം എപ്പോഴും സൺലൈറ്റിനെ ഫേസ് ചെയ്ത. കാര്യം ലീവ്സിന് ഫുഡ് ഉണ്ടാക്കുന്ന ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രോസസ്സിന് സൺലൈറ്റ് വേണം. സൺലൈറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ അവർക്ക് ഫുഡ് ഉണ്ടാക്കാൻ പറ്റൂ. ഇപ്പോൾ ഫോട്ടോസിന്തസിസിന് വേണ്ടിയിട്ട് സൺലൈറ്റ് വേണ്ടതുകൊണ്ട് സ്റ്റെം മുകളിലോട്ടാണ് പോകുന്നത്. പക്ഷെ സോയിൽ എങ്ങോട്ടാണ്? റൂട്ട് എങ്ങോട്ടാണ് പോകുന്നത്? സോയിലിലേക്കാണ്. റൂട്ട് സോയിലിലേക്ക് പോകുന്നതിന് കാര്യം എന്താണ്? റൂട്ട് അതിന് വെള്ളവും വളവും എല്ലാം എടുക്കണമെങ്കിൽ ഭൂമിക്കടിയിലേക്ക് ചെന്നാലേ പറ്റും. ഹൗ ബിഗ് ഡിഡ് ദ പ്ലാന്റ് ഗ്രോ ഇൻ ദ കോട്ടൺ വൂൾ? കോട്ടൺ വൂളിൽ എത്ര ഉയരത്തിലല്ലേ, എത്ര വലിപ്പത്തിൽ അത് വളർന്നു? അപ് ടു 4 centimeter. ഡിഡ് സ്മോൾ പ്ലാന്റ്സ് കം ഔട്ട് ഫ്രം ഓൾ സീഡ്സ്? എല്ലാ സീഡ്സിൽ നിന്നും ചെറിയ പ്ലാന്റ് കിളിച്ചായിരുന്നു. യെസ്. വാട്ട് ഈസ് ദ കളർ ഓഫ് ദ റൂട്ട്? റൂട്ടിൻ്റെ കളർ എന്താണ്? ഇറ്റ് ഈസ് ഓഫ് വൈറ്റ്. ഡിഡ് യു സീ എനി ഹെയർ ഓൺ ദ റൂട്ട്? റൂട്ടിൽ ഹെയർ കണ്ടായിരുന്നോ? ആഫ്റ്റർ 8 days സ്മോൾ ഹെയർസ് ഗ്രോ ഓൺ ദ റൂട്ട്. 8 ദിവസം കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട് ഹെയർസ് അതിൽ കണ്ടു. ട്രൈ ആൻഡ് പുൾ ഔട്ട് 1 little plant ഫ്രം ദ കോട്ടൺ വൂൾ. വെയർ ഡു യു ഏബിൾ ടു പുൾ ഔട്ട്? വൈ? ഇനിയും ഈ കോട്ടൺ വൂളിൽ നിന്ന് നിങ്ങൾ പതിയെ പറിച്ചെടുക്കാൻ നോക്കി എന്ത് സംഭവിക്കാമെന്ന്. യെസ്, ഐ വാസ് ഏബിൾ ടു പുൾ ഔട്ട് ബട്ട് വിത്ത് ഡിഫിക്കൽട്ടി. ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, എന്നാൽ നമുക്ക് അത് കോട്ടൺ വൂളിൽ നിന്ന് എടുക്കാം. ബിക്കോസ് റൂട്ട് മേഡ് ഗ്രിപ്പ് വിത്ത് ദ കോട്ടൺ. കോട്ടണുമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഈ റൂട്ട് ഇങ്ങനെ പറ്റി പിടിച്ചിരിക്കുകയാണ്. Did you see how the root gripped in the cotton wool? Do you think that the root hold the soil in the same way? ഇനി ഇത് നമ്മളിപ്പം കണ്ടു കോട്ടൺ വൂളിൽ ഇതിങ്ങനെ പറ്റിയിരിക്കുന്നത്, അതുപോലെ തന്നെ ആണോ സോയിലും? യെസ്, ഐ തിങ്ക് റൂട്ട്സ് ഹോൾഡ് ദ സോയിൽ ഇൻ ദ സെയിം വേ. ഇതുപോലെ തന്നെയാണ് ഇത് സോയിലും പറ്റി പിടിച്ചിരിക്കുന്നത്. ഡു യു നോ ഡെസേർട്ട് ഓക്ക് ഈസ് എ ട്രീ ദറ്റ് ഈസ് ഫൗണ്ട് ഇൻ ഓസ്ട്രേലിയ? ആസ്ട്രേലിയ കാണുന്ന ഒരു മരമാണ് ഡെസേർട്ട് ഓക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഗ്രോസ് ഓൾമോസ്റ്റ് as tall as a classroom wall. ഒരു ക്ലാസ് റൂം വോളിൻ്റെ അത്രയും
ഉയരത്തിലാണ് അത് വളരുന്നത്. ഇറ്റ് വാസ് വെരി ഫ്യൂ ലീവ്സ്, വളരെ കുറച്ച് ഇലകളേ ഉള്ളൂ. കാര്യം എന്താ, അത് മരുഭൂമിയിൽ വളരുന്ന ചെടിയാണ്. ഗസ് ഹൗ ഡീപ്പ് ഇറ്റ് റൂട്ട്സ് ഗോ ഡൗൺ, എന്തുമാത്രം താഴ്ചയിലേക്കാണ് അതിൻ്റെ വേരുകൾ പോകുന്നതെന്നറിയാമോ? ഇമാജിൻ ദ ലെങ്ത് ഓഫ് അബൌട്ട് 30 സച്ച് ട്രീസ് ലേ ഡൗൺ ഇൻ ദ ലൈൻ എൻഡ് ടു എൻഡ് വൺ ആഫ്റ്റർ അനദർ. ഇത് ആ മരത്തിൻ്റെ വേരുകൾ പോകുന്നത്, ഇവിടെ ഇപ്പം മരം നിൽക്കുവാണെങ്കിൽ ഈ മരത്തിൻ്റെ അതേ വലിപ്പമുള്ള 30 മരം ഇങ്ങനെ നിരത്തി വെച്ചാൽ എത്ര ദൂരമാവും, അത്രയും ദൂരം വരെ അതിൻ്റെ വേരുകൾ പോവും. ദീസ് റൂട്ട്സ് ഗോ ഡീപ്പ് ഇൻ ദ ഗ്രൗണ്ട് ടിൽ ദേ റീച്ച് വാട്ടർ, അവർക്ക് വെള്ളം കിട്ടുന്നവരെ ആ വേര് അങ്ങനെ പോവും. ദിസ് വാട്ടർ ഈസ് സ്റ്റോർഡ് ഇൻ ദ ട്രീ ട്രങ്ക്, എന്നിട്ട് മരത്തിൻ്റെ ട്രങ്കയിൽ, തടിയിലാണ് ഈ വെള്ളം ശേഖരിച്ച് വെക്കുന്നത്. ലോക്കൽ പീപ്പിൾ ന്യൂ അബൌട്ട് ദിസ്, അവിടെയുള്ള ആൾക്കാർക്ക് ഇതറിയാം. So when there was no water in the desert, the local people used to put this thin pipe in the trunk of the tree to drink this water. ഇതുപോലെ അവർ ചെറിയ പൈപ്പുകൾ വെച്ച് ഈ ട്രീ ട്രങ്കിൽ നിന്നും വെള്ളം എടുക്കുക പതിവാണ്. What grows? Arif Rubali did the above activity. This saw the seedlings grow. Then when asked what the things that grow, they had very different ideas about things that grow. ഇപ്പം നമ്മൾ കണ്ടല്ലോ സീഡ്സിൽ നിന്നും ചെറിയ ചെടികളുണ്ടായി. പിന്നെ ഏതൊക്കെ സാധനങ്ങൾ വളരും എന്നുള്ളതാണ്. ആരിഫ് ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലീവ്സ്, മുന്ന, ബഡ്, പപ്പി, നെയിൽസ്, ഫിഷ്. ഇല, മുന്ന ബേബി, ബഡ് പൂമൊട്ട, പപ്പി ചെറിയ പട്ടിക്കുട്ടി, നെയിൽസ് നമ്മുടെ നഖം, ഫിഷ്, ഇതൊക്കെ വളരുന്നവന് കണ്ടുപിടിച്ചു. ദെൻ രൂപാലീസ് ലിസ്റ്റഡ് മൂൺ, ട്രീ, ഐ, ഹെയർ, വാട്ടർമെലൺ, മോസ്കിറ്റോ, ക്രോ. ഇതിൽ മൂൺ വളരുമോ എന്ന് നോക്കിയേ. മൂൺ വളരുന്ന കണ്ടുണ്ട്. നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ചില ദിവസം മൂൺ ഇങ്ങനെ ഇരിക്കും, ചില ദിവസം ഇങ്ങനെ ഇരിക്കും, ചില ദിവസം റൗണ്ട് ഷേപ്പിലിരിക്കും. പക്ഷേ മൂൺ വളരുകയല്ല. പകരം എന്താ അവിടെ സംഭവിക്കുന്നത്, സൺലൈറ്റ് മൂണിൻ്റെ പല ഭാഗത്തായിട്ട് അടിക്കുമ്പോൾ കിട്ടുന്ന റിഫ്ലക്ഷനാണ്. അപ്പം മൂണെന്ന് പറയുന്നത് നോൺ ലിവിങ് ആണ്, ജീവനില്ലാത്ത വസ്തുവാണ്, ജീവനുള്ളതല്ല. അപ്പം അതുകൊണ്ട് അത് വളരത്തില്ല. ജീവനുള്ള വസ്തുക്കളാണ് നമ്മൾ വളരുന്നത്. വാട്ട് ഡു യു തിങ്ക് വിച്ച് ഓഫ് ദീസ് തിങ്സ് ലിസ്റ്റഡ് ബൈ ആരിഫ് ആൻഡ് രൂപാലി ഗ്രോ? ഏതൊക്കെയാണ് വളരുന്നതെന്നാണ് പറയേണ്ടത്. വൈ ഡോണ്ട് യു മേക്ക് യുവർ ഓൺ ലിസ്റ്റ് ദാറ്റ് ഗ്രോ? നിങ്ങൾക്ക് തന്നെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ ഏതൊക്കെയാണ് നിങ്ങളുടെ ലിസ്റ്റിൽ വളരുന്നത്, വളരാത്തതാണ്. ലിസ്റ്റ് ക്യാൻ ഇൻക്ലൂഡ് നെയിംസ് ഓഫ് ദ തിങ്സ് ആരിഫ് ആൻഡ് രൂപാലി. ഇനി ആരിഫും രൂപാലിയെ എടുത്തിരിക്കുന്നതിന് നിങ്ങൾക്കും എടുക്കാം. Think about yourself. In what ways have to change over period of time have you grown in any way? For example, ഇനി നമ്മൾ വളരുന്നുണ്ടോ എന്ന് ചിന്തിക്കുകയാണേ. Have your height increased? നിങ്ങളുടെ ഉയരം കൂടിയിട്ടുണ്ടോ? How much taller have you grown at the last year? കഴിഞ്ഞ വർഷം എത്ര ഉയരം നിങ്ങൾക്ക് ഉയരം വെച്ചു? And imagine that you had never cut your nails. നിങ്ങളുടെ നെയിൽസ് കട്ട് ചെയ്യാതിരുന്നായിരുന്നല്ലേ? Draw a picture of the fingers in the notebook to show to look. ഇനി നഖം വെട്ടാതിരുന്നാൽ നിങ്ങളുടെ നഖം എങ്ങനെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ ഈ നോട്ട്ബുക്കിലൊന്ന് വരച്ച് നോക്കുക. How other part of your body? Some people cut it regularly, keeps growing. ഏതാണ്? ഹെയറും നെയിലും നമ്മൾ എത്ര വെട്ടിയാലും നമുക്ക് പിന്നെയും കിളിർത്ത് വരുന്ന രണ്ട് ഭാഗങ്ങളാണ് ഹെയറും നെയിലും. ലെസൺ ഇവിടെ ചിത്രീകരിക്കുകയാണ്. ഇതിനോട് ചേർന്നുള്ള ഒരു ആക്ടിവിറ്റി ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. തീർച്ചയായിട്ടും അത് നിങ്ങൾ കാണുക. താങ്ക് യു.